എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1798 ദിവസമാണ് ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ TG മനോജ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TG മനോജ് കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഓഫീസറായി ജോലി നോക്കി വരുന്നു. അതുപോലെ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഡോക്ടർ വളരെ രസാവഹമായി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്, തമാശയൊക്കെ പറഞ്ഞ്. അതുപോലെ ഡോക്ടർ ഇപ്പോൾ ഒരു ഒരു മെഡലൊക്കെ കരസ്ഥമാക്കി സ്പോർട്സിലും മിന്നുന്ന താരമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ടേബിൾ ടെന്നീസിൽ വെങ്കല മെഡലൊക്കെ നേടി ഇരിക്കുന്ന സമയമാണ്. അതിന് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് മെഡലുകളൊക്കെ കിട്ടട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഡോക്ടർ മനോജ് കുമാർ, TG മനോജ് കുമാറാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്ന സമയമാണ്. അപ്പൊ മുലയൂട്ടലിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. അതിന്റെ ബ്രസ്റ്റ് മിൽക്കിലെ തകരാറുകളും അതിലെ ഹോമിയോപ്പതിക് മാനേജ്മെന്റുമാണ് ഡോക്ടർ എടുക്കുന്ന വിഷയം ഇന്ന്. എങ്കിൽ പോലും ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രാധാന്യം കൂടി, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അതിലെ തകരാറുകൾ, അപ്പോൾ അതുകൂടി ഡോക്ടർ സൂചിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. താങ്ക് യു ഡോക്ടർ ശൈല. എന്തായാലും ടേബിൾ ടെന്നീസിന്റെ വാർത്തകളൊക്കെ ഷാജി കുടിയാട്ട് സാറായിരിക്കും ചോർത്തി തന്നതെന്ന് വിചാരിക്കുന്നു. സാർ എന്നോട് എന്നെ വിളിച്ചിരുന്നപ്പോൾ സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു വെച്ചാൽ പാലക്കാട് ഒരു മത്സരത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ, ആശംസകൾ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ബ്രോൺസ് മെഡൽ അത്ര മോശം മെഡലൊന്നും അല്ലെങ്കിൽ പോലും ബ്രോൺസ് മെഡൽ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വലിയ സ്വർണ്ണം വെള്ളിയൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, പറഞ്ഞില്ല. അപ്പൊ സാറൊന്ന് വീണ്ടും കൃത്യമായിട്ട് തന്നെ വിളിച്ചിട്ട് വെച്ച് എന്തായി ഡോക്ടർ അന്നത്തെ കളിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോൺസ് മെഡലാണ്, പക്ഷെ ഒരു സ്റ്റേറ്റ് ലെവൽ മെഡൽ എന്നുള്ളത് അത്ര മോശമൊന്നുമല്ല, തീർച്ചയായിട്ടും നല്ല കാര്യം. എന്തായാലും അത് തിരിച്ചറിഞ്ഞ് അഭിനന്ദിച്ചതിന് അതിന്റെ ഭാരവാഹികളായ സ്റ്റേറ്റിന്റെ ഭാരവാഹികളെ വളരെ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം. ലോക ശരിക്കും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഒരു വാരാചരണമായിട്ട്, മുലയൂട്ടൽ വാരാചരണമായിട്ട് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡോക്ടർമാരായ നമ്മളെ സംബന്ധിച്ചോളം ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പറയണമെന്നില്ല. എങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ പിന്നെ നമുക്കിനി ക്ലാസ്സുകളൊക്കെ എടുക്കാനുണ്ടാവും, പല ആൾക്കാർക്കും ധാരാളം ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് ഓർത്തിരിക്കാം ജസ്റ്റ് പിന്നെ ബ്രസ്റ്റ് മിൽക്കിന്റെ ഗുണങ്ങളെ കുറിച്ച്. സാധാരണ ഇപ്പോൾ എല്ലായിടത്തും അംഗൻവാടികളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പല ഡോക്ടർമാർക്കും പോകേണ്ടിയൊക്കെ വരാറുണ്ട്, നമുക്കും പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കിതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പലതവണ കുട്ടികൾക്കുള്ള ഗുണങ്ങളെ കുറിച്ചും അമ്മമാർക്കുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും എല്ലാം നമുക്ക് പരാമർശിക്കേണ്ടതായിട്ട് വരും. ബ്രസ്റ്റ് മിൽക്കിന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ പണ്ട് LKG പിള്ളേരുടെ ഗുണഗണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. LKG ക്ലാസ്സിലെ കുട്ടികളോട് എന്തൊക്കെയാണ് മുലപ്പാലിന്റെ ഗുണഗണങ്ങൾ എന്ന് ക്ലാസ് എടുക്കാൻ പോയ ആള് വലിയ ഗൗരവത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണഗണങ്ങൾ എന്ന് ആലോചിച്ചാൽ അവർ പറഞ്ഞ്, ഒന്ന്, ഇത് എപ്പോഴും നല്ല ചൂടായിട്ട് ഇരുന്നോളൂ മുലപ്പാലേ. പിന്നെ ഇപ്പൊ അടുത്ത ആൾ ആലോചിച്ചിട്ട് പറഞ്ഞു ഇത് കേടാവില്ല, കാരണം നല്ല ടേസ്റ്റി ആയിട്ട് എപ്പോഴും ഇരുന്നോളൂ. മൂന്നാമത്തെ കുട്ടി പറഞ്ഞതാണ് നല്ല ഉത്തരം, പൂച്ച കുടിക്കൂല ടീച്ചറെ എന്ന്. ഇത് മൂന്നായിരിക്കും കുട്ടികളെ കാണുന്ന പ്രധാനമായ ഗുണങ്ങൾ. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങള് കുട്ടികളുടെ കണക്കാണ് ശരിയല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ബ്രസ്റ്റ് മിൽക്കിന്റെ പിന്നെ ഗുണങ്ങളെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് അവസാനം ലാസ്റ്റ് ബട്ട് പിന്നെ നോട്ട് ലീസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭർത്താക്കന്മാർക്ക് ഒന്ന് ആലോചിച്ച്, ഈ മക്കൾക്ക് ഇത് കൊടുക്കാനില്ല എന്ന് വിചാരിക്കുക. ഞങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർ അല്ല അച്ഛന്മാരുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കുട്ടികളൊക്കെ ഉണ്ടായി സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ രാത്രി ആ മീറ്റിംഗ് വിശദിക്കാക്കിയാന്ന് പറഞ്ഞിട്ട് കയറാൻ തുടങ്ങൂലേ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫുൾ ഉറക്കം പോകണം. ഉറക്കം പോയിട്ട് ഇത് അച്ഛനും എടുക്കണം. ഇതിപ്പോ നമ്മൾക്ക് അറിയണം, ഫീഡ് ചെയ്യാനില്ലാത്ത അമ്മമാരോ ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയും. കൊച്ചിന് എന്താ കൊടുക്കണം? ഉടനെ പോയിട്ട് പാത്രം കഴുകണം, ഇത് പാല് തിളപ്പിക്കണം, അത് കുപ്പിയിലാക്കണം, കുപ്പിയിലിട്ട് വെള്ളം തിളപ്പിക്കണം, ആ ബോട്ടിലിന്റെ ക്ലീൻനെസ് നോക്കണം. എന്നിട്ട് ഇത് ഓരോ ക്വാളിറ്റി മിൽക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് കുട്ടിക്ക് അസുഖങ്ങൾ വേറെയും വരും. അങ്ങനെ 100 കൂട്ടം പിന്നെ ബുദ്ധിമുട്ടുകളായിരിക്കും ഈ വാവയ്ക്ക് പാല് കൊടുക്കാനില്ലാത്തത്. അപ്പോ അതിനകത്ത് ഒരു കോസ്റ്റ് ഓഫ് മണി, ഒരു മണീന്റെ വാല്യൂ ഒരു വലിയൊരു പ്രാധാന്യമാണ്. അത് പലപ്പോഴും നമ്മൾ പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്താ കാര്യം അറിയാം? ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പൊ ഓൺലൈനിൽ നമ്മുടെ ആമസോണിൽ ബ്രസ്റ്റ് മിൽക്ക് മേടിക്കാൻ കിട്ടും. പല വിദേശ രാജ്യങ്ങളും ബ്രസ്റ്റ് മിൽക്ക് വിൽക്കാനുണ്ട്. ഈവൻ കൊളസ്ട്രോൾ അടക്കം വിൽക്കാനുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട്. ചിലർക്ക് പാല് കൂടുതലുള്ളതുകൊണ്ട് കൊടുക്കുന്നതായിരിക്കാം. അതല്ല എങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മമാര് പിന്നെ ബ്രസ്റ്റ് മിൽക്ക് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കാം. അതല്ല തന്നെ വിൽക്കാം എന്നുള്ള ഒരു ചിന്ത വരുന്നതൊക്കെ ആയിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടായാൽ പോലും. അപ്പൊ ഇതിനകത്ത് ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമ്പോൾ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 6 മാസം വരെ നമ്മൾ പ്യൂർലി ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാനാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാം, കാരണം അത് കഴിഞ്ഞ് ഇപ്പൊ അമ്മമാർക്ക് ജോലികളൊക്കെ ഉള്ള പിന്നെ നാടാണ് നമ്മുടേത്. അപ്പൊ എന്നാൽ പോലും 6 മാസം മുലപ്പാൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതിനകത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മളിങ്ങനെ കൃത്യമായ അളവിലുണ്ട്. അമ്മ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രസ്റ്റ് മിൽക്കിന്റെ കാര്യത്തിൽ ശരീരം ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അതിനകത്ത് ആന്റിബോഡീസ്, ആവശ്യത്തിനുള്ള ആന്റിബോഡീസ് ഉണ്ടാവും. ആന്റിബോഡീസ് നിങ്ങൾക്ക് അറിയാം, രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അതിനകത്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഫൈൻഡിങ്സ് ഉള്ളത്. അതുപോലെ ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും ഉള്ള ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചുള്ള. കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിന് ഇതിലും നല്ല ഒരു ആഹാരം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അമ്മമാർക്ക് ഗുണങ്ങൾ, നമ്മൾക്ക് പല അമ്മമാരും, ന്യൂ ജനറേഷൻ അമ്മമാര് മുല കുഞ്ഞിനെ കുടിപ്പിക്കണ്ട എന്ന് ധരിക്കുന്നത് അവരുടെ സൗന്ദര്യം, ശരീര സൗന്ദര്യത്തിന്റെ കുറവ് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതുകൊണ്ട് മുലപ്പാൽ കുടിക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞിനുണ്ടാകുന്ന ഗുണങ്ങൾ ഒപ്പം തന്നെ അമ്മമാർക്ക് എന്തൊക്കെ ഗുണമുണ്ടാകുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും രണ്ടുപേർക്കും തമ്മിലുള്ള ഗുണങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, ബ്രസ്റ്റ് ഫീഡ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഏറ്റവും വലിയ ബോണ്ടിങ് എന്ന് പറയുന്നത് ഈ പിന്നെ മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ ബോണ്ടിങ് എന്ന് പറയുന്നത് ആ ഫീഡ് ചെയ്യുമ്പോഴാണ്. ആ ഫീഡ് ചെയ്യുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ഒരു തൃപ്തിയും കുഞ്ഞുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആ കുഞ്ഞിന്റെ വളർച്ചയിലും ആ കുഞ്ഞിന്റെ എന്താ പറയുക വൈകാരികമായ വളർച്ചയ്ക്കും ഒക്കെ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. അമ്മമാരെ സംബന്ധിച്ചോളം നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഒക്കെ പറയില്ലേ, ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസില് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് കുറയ്ക്കാൻ, വരാതിരിക്കാനൊക്കെ ഈ ഫീഡിങ് വളരെ സഹായകമായിരിക്കും. അതുപോലെ യൂട്രസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് നോർമൽ സൈസിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇത് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രൊലാക്റ്റിൻ ആയിട്ടുള്ള പ്രൊലാക്റ്റിൻ, ആന്റിപിറ്റിഡ് ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രൊലാക്റ്റിനും, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ ആ ആന്റിപിറ്റ്യൂട്ടറിൽ നിന്ന് മറ്റു ചില ഹോർമോൺസുകൾ ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനും ഓവേറിയൻ ക്യാൻസർ വരാതിരിക്കാനും ഒക്കെ ഈ ഫീഡിങ് സഹായിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഫീഡ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ മെൻസ്ട്രേഷൻ ഡിലേ ആകാറുണ്ട്. പഴയകാലത്ത് ഇന്നത്തെ പോലുള്ള ഗർഭനിരോധന മാർഗങ്ങളൊന്നും കാര്യക്ഷമമല്ലാതെ വരുന്ന ഒരു കാലത്തിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ ഒരു കോൺട്രസെപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇന്നത്തെ കാലത്ത് അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നമ്മള് പഴയ കാലത്തെ അമ്മമാരൊക്കെ പറയും 1.5 വയസ്സ് വരെ കുഞ്ഞിന് മുല കൊടുത്തു കഴിഞ്ഞാൽ, 2 വയസ്സ് വരെ കുഞ്ഞിന് മുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പീരീഡ്സ് വരില്ല, അപ്പൊ അതുകൊണ്ട് ഗർഭിണിയാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ പീരീഡ്സ് ഒരു പീരീഡ്സ് പോലും വരുന്നതിനപ്പുറം ആള് രണ്ടാമതും ഗർഭിണിയായിട്ടാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും വരാറില്ല. 8 മാസമൊക്കെ ആകുമ്പോഴേക്കും അമ്മ രണ്ടാമതും പ്രഗ്നന്റ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ബ്രസ്റ്റ് ഫീഡിങ് പ്രിവെന്റ് ചെയ്യും എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് പലപ്പോഴും ഒരു ക്ലാസ് എടുക്കുമ്പോഴൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിനകത്ത് അങ്ങനെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് എൻ്റെ നോട്ട്സ് എടുത്ത് നോക്കുമ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്.
അപ്പൊ ഈ പലപ്പോഴും ഇത് എത്ര കാലം മുള കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയും 6 മാസം മിനിമം കൊടുക്കുക എന്നുള്ളത് നമുക്ക് അവർക്കറിയാം. പക്ഷേ ഈ മുലപ്പാല് നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് പ്രധാനമായിട്ട് ലാക്ടേസ് ആണ്. റെനിനും ലാക്ടേസും ആണ് പിന്നെ എൻസൈംസ് രണ്ടും സഹായിക്കുക. പക്ഷേ ഈ ലാക്ടേസ് നമ്മുടെ ശരീരത്തിൽ 2 വയസ്സ് മുതൽ ഏകദേശം 4 വയസ്സ് വരെ ഈ ലാക്ടേസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. എന്ന് വെച്ചാൽ അതിനുശേഷം നമുക്ക് ഒരു മിൽക്കും, അമ്മയുടെ മിൽക്ക് എന്നുള്ളതല്ല, പശുവിന്റെ മിൽക്ക് എന്നുള്ള ഒരു മിൽക്കും ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശേഷിയില്ല എന്നുള്ള എന്താ പറയുക, വൈദ്യശാസ്ത്രത്തിലെ ഫിസിയോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠനശേഷം മറന്നു വന്നു എന്നുള്ള കാര്യം ഓർക്കുക. ബിയൻ ഹെഗ്ഡെ ഒക്കെ പിന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഡോക്ടേഴ്സ് ഫോർഗെറ്റ് ടു ലേൺ എന്ന് വെച്ചാൽ ഫോർഗെറ്റ് റിമെമ്പർ. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പിന്നെ ഒരിക്കലും ഓർമ്മിക്കാൻ ആരും നിർബന്ധിക്കാത്ത, അല്ലെങ്കിൽ തന്ത്രപൂർവ്വം നമ്മുടെ തലച്ചോറിൽ നിന്ന് മറയ്ക്കുന്ന ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പിന്നെ പാല് ദഹിപ്പിക്കാനുള്ള. അതിപ്പോ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ തലയിൽ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരെ ഒന്ന് തലയിൽ മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകം എടുത്ത് വീണ്ടും വായിച്ചു നോക്കിക്കോളൂ. നമുക്ക് അത് ലെനിനും ലാക്ടേസും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 2 വയസ്സ് വരെ. 2 വയസ്സിന് ശേഷം ഡ്രാസ്റ്റിക് ആയിട്ട് അതിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ പ്രകൃതി ചികിത്സക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അവർ പ്രകൃതി ചികിത്സക്കാർ ഈ ഒരു പോയിന്റ്, ഫിസിയോളജി പുസ്തകത്തിലുള്ള ഈ ഒരു പോയിന്റ് വളരെ പിന്നെ ഇതായിട്ട് എടുത്തു പറയും. എന്ന് വെച്ചാൽ പാല് വെളുത്ത വിഷം എന്ന് പറയുന്നത്, വെളുത്ത വിഷമായിട്ട് പറയുന്നതിൽ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പ്, മറ്റൊന്നാണ് ഈ പാല് എന്ന് പറയുന്നത്. മിൽക്ക് ദ സൈലന്റ് കില്ലർ എന്നൊക്കെ പറഞ്ഞ് വളരെ വിഖ്യാതമായിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. അന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ പാല് കൊണ്ടുണ്ടാവുന്ന ധാരാളം പ്രശ്നങ്ങൾ. ഇതെല്ലാം പശുവിന്റെ പാലിനെ കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ മിൽക്കിനെ കുറിച്ചിട്ടാണ്, ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചിട്ടല്ല. അപ്പൊ ബ്രസ്റ്റ് മിൽക്ക് പോലും 2 വയസ്സിന് ശേഷം നമുക്ക് ദഹിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഈ മോഡേൺ പുസ്തകത്തിനും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഞാനിപ്പോ നെറ്റ് നോക്കി കഴിഞ്ഞപ്പോ RRB റെഗുലർ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഫാർമസിസ്റ്റുകളുടെ, അലോപ്പതി ഫാർമസിസ്റ്റുകളുടെ 2015 പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റെനിൻ ആൻഡ് ലാക്ടേസ്, ദ എൻസൈം റിക്വയർഡ് ടു ഡൈജസ്റ്റ് ദ മിൽക്ക്, ഡിസപ്പിയർ ഇൻ ഹ്യൂമൻ ബോഡി ബൈ ദ ഏജ് ഓഫ്. എത്ര വയസ്സിലാണ് ഇത് അപ്രത്യക്ഷമാകുന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2, 4, 5, 7 ഇത്രയൊക്കെ പ്രായമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത് 2 വയസ്സ് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, നമ്മൾ എത്ര ഡോക്ടർമാർ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാല് കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നാണ് പലരും പറയാ. കാരണം ഈ പാലിനകത്ത് പിന്നെ കാൽഷ്യം ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്, എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞാൽ ഇരുമ്പാണിയിൽ ഇരുമ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അനീമിയ വന്ന് എന്നാൽ പിന്നെ 2 ഇരുമ്പാണി അങ്ങോട്ട് നീക്കി കളയാം എന്ന് പറഞ്ഞപ്പോൾ നടക്കുമോ എന്ന് പറയുന്നുള്ളൂ. ഇതില്ല, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനമല്ല, നമുക്ക് ആവശ്യമുള്ള ഫോമിലല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ സാധനം നമുക്ക് കുറേ സാധനങ്ങൾ, ദഹിക്കാതെയുള്ള സാധനങ്ങളും വേണം. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ശ്വസിക്കുന്ന വായു 100% ഓക്സിജനാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ ഓക്സിജൻ മാത്രമായിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ? ശ്വസിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ മാത്രമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടൽ വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭൂമിയിൽ ആ ഒരു കോൺസെൻട്രേഷൻ 60% നൈട്രജൻ ആണ്, ബാക്കി ചെറിയൊരു പോർഷനാണ് ഓക്സിജൻ, 30% അടുത്ത് ഓക്സിജനും, പിന്നെ 12% കാർബൺ ഡയോക്സൈഡ്. ഇതെല്ലാം ചേർന്ന ഒരു മിക്സ്ചർ മാത്രമേ നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്യൂർ ആയിട്ടുള്ള ഓക്സിജനോ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. നമ്മൾ കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്യും. പക്ഷെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ തലച്ചോറിൽ ആ ഓക്സിജൻ സെൻസർ സ്റ്റിമുലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാ സാധനവും ദഹിക്കാനുള്ള. ഇപ്പൊ സെല്ലുലോസ് നമുക്ക് ദഹിക്കില്ല. പക്ഷെ നമ്മൾ സസ്യജന്യമായ ഭക്ഷണത്തിലല്ല, സസ്യങ്ങളുടെ ബോഡി ഫുൾ സെല്ലുലോസ് ആണ്. അപ്പൊ സെല്ലുലോസ് നമുക്ക് ആവശ്യമുണ്ട്, എന്നാലും ഇത് എക്സ്പെൽ ചെയ്ത് പോകുള്ളൂ. അത് നമുക്ക് വിസർജിക്കാൻ പറ്റണമെങ്കിൽ ദഹിക്കാത്ത കുറേയുള്ള സാധനങ്ങൾ വേണം. അതുകൊണ്ട് ഈ പാല് കഴിക്കുന്ന പാലെല്ലാം ദഹിക്കും എന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് എക്സ്പെൽ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് അത് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തന്ത്രപൂർവ്വം നമ്മുടെ മറവിയിൽ ആഴ്ത്തുന്ന കുറെ ശാസ്ത്രത്തിന്റെ ഫിസിയോളജിയിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ചില അടിസ്ഥാനമായ സത്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചിട്ട് അടുത്ത ഘട്ടത്തിലോട്ട് പോകാം. അപ്പൊ അതിനകത്ത് നമ്മള് ഇനാമലിനെ കുറിച്ച് പഠിക്കും. നമുക്ക് ആലോചിച്ചേക്ക്, ദ സ്ട്രോങ്സ്റ്റ് പാർട്ട് ഇൻ അവർ ബോഡി എന്ന് പറയുന്നത് പല്ലിന്റെ ഇനാമലാണ് എന്ന് നമ്മൾ പഠിപ്പിക്കും. ആ പഠിപ്പിച്ചത് ഉള്ള ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഏറ്റവും ശക്തിയുള്ള ഭാഗം പല്ലിന്റെ ഇനാമലാണ് എന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ആലോചിക്കുക, പിന്നെ നമ്മള് പിന്നെ ഡെന്റിസ്ട്രി മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ പരസ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള വൈദ്യശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്.
ഈ ഇത്രയും കട്ടിയുണ്ട് എന്ന് പറയുന്ന ഇനാമലിനെ വെറും ഒരു ഉമ്മിക്കരി കൊണ്ട് തേച്ചാൽ അത് തേഞ്ഞു പോകുമോ സാറേ എന്ന് നമ്മൾ ഒരാളോടും ചോദിക്കാത്തതുകൊണ്ടാണ് പേസ്റ്റ് കമ്പനികൾ ഇത്രയും കാലം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതേ പേസ്റ്റ് കമ്പനിക്കാര് നമുക്കിപ്പോ ഈ 50 വയസ്സായി കഴിഞ്ഞാൽ 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പേസ്റ്റുകളിൽ മുതൽ ഇന്നിപ്പോ അവർ ഇതേ കർമ്മം, അന്ന് നമ്മളോടൊന്നും പിന്നെ മാവിന്റെ ഇലയിട്ട് വലിയ അയക്കരുത്, ഉമ്മിക്കരിയിട്ട് വലിയ അയക്കരുത്, പല്ലിന്റെ ഇനാമല് തേഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവര് കാർബൺ അടങ്ങിയ നിങ്ങളുടെ എന്താണ് പേസ്റ്റ് കരി ഉണ്ടോ, നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പരസ്യം ഇറക്കിയിട്ട് ഇതേ കരിന്റെ പേസ്റ്റ് ഇവരുണ്ടാക്കുന്നു. ഒരു കാലത്ത് ഈ ഉമ്മിക്കരി കൊണ്ട് തേച്ചാൽ പല്ല് തേഞ്ഞു പോകും എന്ന് പറഞ്ഞിരുന്നതാണ്. അന്നൊന്നും നമ്മളാരും ചോദിക്കായിരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതില് ഒന്നാണ് ഈ പറഞ്ഞതുപോലെ അത്രയും കടുപ്പമുള്ള സാധനം ഉമ്മിക്കരി കൊണ്ട് തേച്ചാൽ തേഞ്ഞു പോകുമെന്ന് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ റെനിനും അതുപോലെ തന്നെ ഈ ലാക്ടേസ് ഒക്കെ 2 വയസ്സാകുമ്പോൾ തീർന്നു പോകുന്ന ഒരു എൻസൈം ആണ്, നമ്മുടെ ശരീര ഉത്പാദനം നിർത്തും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ട് ഒരു കുട്ടിനെ സംബന്ധിച്ചോളം ഏത് പാലായാലും മാക്സിമം 4 വർഷമേ പാലിന്റെ ആവശ്യം തന്നെ ഉള്ളൂ. അതിനകത്ത് കാൽഷ്യം ഉണ്ടെന്നോ അതിൽ വലിയ സാധനം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് ദഹിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ കാണാം, ഫീഡിങ്ങിന് ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ മിൽക്ക് കിട്ടുന്നതിന് പകരം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൊളസ്ട്രോം ഒക്കെ അല്ലെ പാക്കേജ്ഡ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ കിട്ടും. പക്ഷെ പഴയ കാലത്ത് നമ്മുടെ പുസ്തകങ്ങളിൽ കാണുന്ന വെറ്റ് മദേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മുടെ വെറ്ററിനറി മെഡിക്കലൊക്കെ കാണാം. വെറ്റ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടില് പഴയ കാലത്ത് പിന്നെ ചിലയിടത്തൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേൾക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റാതെ വന്നു കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും അതേ പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മമാരുണ്ടെങ്കിൽ ആ അമ്മ വന്നിട്ട് മുല കൊടുക്കും. അതാണ് നമ്മുടെ നാട്ടിലെ വെറ്റ് മദർ എന്ന് പറയുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഈ പിന്നെ വീടുകളിൽ നടന്ന് മുല കൊടുക്കുന്ന അമ്മമാർ വരെ ഉണ്ടത്രേ. അവർക്ക് വരുന്ന അസുഖങ്ങളും ഒക്കെ കുട്ടികളിലോട്ട് പകരുകയും ഒക്കെ പിന്നെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്ന കേസിനകത്ത് എന്റെ പ്രാക്ടിക്കൽ ഐഡിയനെ കുറിച്ച് നിങ്ങൾക്ക് ചില ഡോക്ടർമാർക്കെങ്കിലും അറിയാമായിരിക്കും. ഞാൻ അതിന് പകരം ഒരു യുക്തി രീതിയിലാണ് ചിന്തിക്കുക. ഒരു പക്ഷേ ഈ അമ്മയുടെ മുലപ്പാലിനായിരിക്കും കുഴപ്പമെങ്കിലോ. അപ്പൊ ഞാൻ വെച്ച് വീട്ടിൽ വേറെ ആരെങ്കിലും മുല കൊടുക്കുന്ന അമ്മമാരോ ഉണ്ടെങ്കിൽ ആ അമ്മമാരെ കൊണ്ടൊന്ന് ഫീഡ് ചെയ്ത് നോക്കൂ. രസമാണ്. ചിലപ്പോ ആ കൊച്ചിന് ഒരു ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവില്ല, ആ അമ്മയുടെ പാലിനെ കൊച്ചിന് ദഹിക്കാൻ വിഷമം ഉണ്ടാവുള്ളൂ. വേറെ അമ്മയുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അത് അലോപ്പതിയിൽ ഒരിക്കലും അമ്മമാരുടെ പാലിന് ചികിത്സ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. പക്ഷെ ഹോമിയോപ്പതിയിൽ നമുക്കത് അങ്ങനെ ഉള്ളത് കൊണ്ട് മറ്റൊരു അമ്മയുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് തകരാറില്ല എങ്കിൽ നമുക്ക് അമ്മയുടെക്കാണ് തകരാറ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഹോമിയോപ്പതിയും നമ്മുടെ ലാക്ടേഷനും അല്ലെങ്കിൽ ഈവൻ മാമറി ഗ്ലാൻഡ് ഒക്കെ ആയിട്ട് കുറേ ബന്ധമുണ്ട്. കാരണം ഹോമിയോപ്പതിക്ക് ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചില ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ അതിന്റെ ബ്രസ്റ്റിന്റെ പ്രാധാന്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ ബ്രസ്റ്റ് ആബ്സെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വളർച്ചയായിട്ടും ബ്രസ്റ്റേ കാണുന്നില്ല എന്നുള്ള അവസ്ഥ വരിക എന്ന് വിചാരിക്കുക. ബ്രസ്റ്റ് ആബ്സെന്റ് ആണെങ്കിലുള്ള മെഡിസിൻസ് ഓനസ്മോഡിയം, സെബാൽസെർലേറ്റ, പിറ്റുറ്റിർണം ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻസ്. അതിൽ ഓനസ്മോഡിയം CM പൊട്ടൻസി കൊടുക്കണമെന്നാണ് പറയുന്നത്. സെബാൽസെർലേറ്റ, പിറ്റുറ്റിർണം നിങ്ങൾക്ക് അറിയാം, അത് അൺഡെവലപ്ഡ് ബ്രസ്റ്റ് ആയാലും യൂട്രസ് ആയാലും ഓവറീസ് ആയാലും. മുമ്പ് ഇവിടെ മരിച്ചുപോയ ശ്രീകുമാർ ഡോക്ടറാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിക്ക് യൂട്രസ് ഇല്ലാത്ത ആളുടെ അൾട്രാസൗണ്ട് സ്കാൻ സാർ ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ യൂട്രസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സാറ് മെഡിസിൻ കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് യൂട്രസ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടാണ് റിപ്പീറ്റഡ് സ്കാൻ അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രസ്റ്റ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. സൈസ് ഓഫ് ദ ബ്രസ്റ്റ് അത് സ്മോൾ ആണെന്ന് വിചാരിക്കുക, അതിനും മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ കൽക്കരി കാർബും അയഡും ഇനി കാൽക്കേരി അയഡും ഒക്കെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്. കാരണം ചിലര് ബ്രസ്റ്റ് ഒരു എന്താ പറയുക സ്ത്രീ സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് കരുതുന്നത് കൊണ്ട് അതിന്റെ സൈസിനെ കുറിച്ച് പലരും ഭയങ്കര ബോധേഡാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചില പേഷ്യൻസ് വന്നിട്ട് തന്നെ ചോദിക്കും, ഡോക്ടറെ ഡെവലപ്പ് ചെയ്യാം. കാരണം ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും പുഷ്ടി ഉണ്ടാവുകയും പക്ഷെ ബ്രസ്റ്റിന് വളർച്ച ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് നമുക്ക് ഇങ്ങനെയുള്ള മെഡിസിനെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓൾ ഗ്ലാൻസ് എൻലാർജ്ഡ് എക്സെപ്റ്റ് ബ്രസ്റ്റ്, എല്ലാ ഗ്രന്ഥികളും വീർത്തിരിക്കുക എക്സെപ്റ്റ് ബ്രസ്റ്റ് എന്ന് പറയുന്ന അയഡമാണ്. നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചിമാഫില്ല അമ്പലറ്റിനകത്ത് ബോറിക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വിവരിച്ചിരിക്കുന്നത് വുമൻസ് വിത്ത് ലാർജ് ബ്രസ്റ്റ് എന്നാണ്. അൺയൂഷ്വലി ലാർജ് ബ്രസ്റ്റ് ഉള്ള ആ പേഷ്യന്റ്, ആ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ചിമാഫില്ലന്റെ ഒരു ഇൻഡിക്കേഷൻ. ബ്രസ്റ്റ് ഒരിക്കലും ഉണ്ടായിരുന്ന പിന്നീട് അട്രോഫി ചെയ്ത് പോകണമെങ്കിൽ അയഡമാണ് മെഡിസിൻ നമുക്കറിയാം. അയഡം
അയിടത്തിന് ഞാൻ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പിന്നെ നമ്മുടെ ജനനിയിൽ കണ്ണൂർ കുറെ വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ അട്രോഫി ഓഫ് ബ്രസ്റ്റും ഓവറിയും ഒക്കെ ഉണ്ടായിരിക്കുകയും അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മെഡിസിൻ അയഡമാണ്. ഈ അയഡത്തിന്റെ കോമ്പിനേഷൻസ് കൽക്കരിയായിട്ടും കാരിയായിട്ടും ഒക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ സബാൽസെർലറ്റ, കോണിയം, നാട്രം, മുറിവയൊക്കെ അട്രോഫി ഓഫ് ബ്രസ്റ്റിന് ഉപകാരപ്പെടുന്നതാണ്. ഈ അതിനകത്ത് ഈ വാല്യൂ ഫോർ പിന്നെ നമ്മൾ ഏറ്റവും ഒരു വാല്യുബിൾ റെമഡി എന്ന് പറയുന്നത് ഈ അൺഡെവലപ്ഡ് മാമറി ഗ്ലാൻസിന് സെബാൽസെർലറ്റയാണ്. ഈ സെബാൽസെർലറ്റിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു മെഡിസിൻ ആണ് ഈ ചിമാഫില്ല അംബലറ്റ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റെമഡിയും പ്രോസ്റ്റേറ്റ് റെമഡിയും കൂടിയാണ്. ഈ ചിമാഫില്ല അംബലറ്റ് നിങ്ങൾക്കറിയാം പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്ക് ഉപയോഗിക്കുന്ന റെമഡിയാണ്. അതുപോലെ തന്നെ സെബാൽസെർലറ്റ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്കുള്ള ഒരു റെമഡിയാണ്. ഇത് തമ്മിൽ ഒരു നമ്മുടെ പ്രോസ്റ്റേറ്റും മാമറി ഗ്ലാൻഡും തമ്മിൽ ഒരു കാരണം രണ്ട് സ്ത്രീ ജന്മക്കൊന്നും പുരുഷ ജന്മത്തിൽ വെവ്വേറെയാണ് കാണുന്നതെങ്കിലും ഈ പുരുഷ ഹോർമോൺസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ഉള്ള ആൾക്കാരിൽ മെയിൽ ഹോർമോൺസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്ക് പതുക്കെ ഗൈനക്കോമാസ്റ്റിയ ഡെവലപ്പ് ചെയ്യും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ സിനിമാ നടൻ നെടുമുടി വേണുവിന്റെ അവസാന കാലത്തുള്ള സിനിമകളിൽ അദ്ദേഹം ഷർട്ടിടാതെയുള്ള കുറെ പഴയ വൃദ്ധ സിനിമകളിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഇങ്ങനെ നിവർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ച് ശരിക്കും ആ ഗൈനക്കോമാസ്റ്റിയ പോലെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൈനക്കോമാസ്റ്റിയ ആ ഒരു പ്രായത്തിനകത്ത് മെയിൽ ഹോർമോൺസ് കുറയുകയും പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ഒക്കെ വരികയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഗൈനക്കോമാസ്റ്റിയ വരും. ഈ ഗൈനക്കോമാസ്റ്റിയയ്ക്ക് അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്കും ഒരേ മെഡിസിൻ ആണ് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരിക. അതിലൊന്ന് ചെമാഫില്ല അംബിലറ്റയും അതുപോലെ സെബാൽസെർലറ്റയും ഇങ്ങനെ ഒരേപോലെയുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കും. നിപ്പിൾ അട്രോഫി വരുന്ന അല്ലെ ഡീഫോംഡ് അട്രോഫി വന്നിട്ട് ഡീഫോമിറ്റി അത് അസുഖമായാലും അല്ലാതെയും വരുന്ന കണ്ടീഷൻ അത് അയഡോം സരസപ്പാരില്ല മെർക്സോളൊക്കെയാണ് ഉപയോഗിക്കുക. സരസപ്പാരിലേക്ക് സ്കിന്ന് ലാക്സ് ആയി തൂങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് നിപ്പിളിൽ ഇവിടെ പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനി ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കണം എന്ന് വിചാരിക്കാം. ഞാൻ മുമ്പൊരിക്കൽ ഒരു ക്ലാസ്സിനകത്ത് പ്ലാസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഗള്ളാവറിന്റെ ക്ലാസ് ഒരു ഇതിനെക്കുറിച്ച് പുസ്തകത്തെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. JP ഗള്ളാവറിന്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട് പ്ലാസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്. ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ രൂപം മാറ്റാൻ പറ്റുന്നത് എന്നുള്ള വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്നുള്ള വാക്ക് പിന്നെ ഉത്ഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹം ഗള്ളാവറിന്റെ ഒബ്സർവേഷൻ അദ്ദേഹം കുറെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ രോഗികളിൽ അസാധാരണമായ ശരീരത്തിന് വ്യത്യാസങ്ങൾ കണ്ടു. അദ്ദേഹം അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഫിസിഷ്യൻ ഷുഡ് ബി എ കീൻ ഒബ്സർവർ എന്ന് പറയുന്ന രീതിയിൽ ഗള്ളാവറിനെ ഒബ്സർവ് ചെയ്തതിലെ ഒരു ഫാക്ടറായിട്ടാണ് അദ്ദേഹം ഈ പ്ലാസ്റ്റിക് മെഡിസിൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ ഈ സൈസ് ഓഫ് ദ ബ്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മുടെ ഫൈറ്റിലൊക്കെ ബെറിയാണ് പറയുന്നത്. സൈസ് ഓഫ് ദ ബ്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെബാൽസെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന് ഹോമിയോപ്പതിയിലെ ഒരു പ്രാധാന്യം കൂടി പറഞ്ഞു തരാം. നമുക്ക് മാത്രമാണ് മെഡിസിൻ കുഞ്ഞിനുള്ള മെഡിസിൻ അമ്മയ്ക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. മറ്റ് അലോപ്പതി ഡോക്ടർമാർ ഇത് കേട്ട് കഴിഞ്ഞാൽ കളിയാക്കുക നമ്മളെ കൂവി കളിയാക്കുകയാണ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ ഡോക്ടർമാരോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരോട് പറയുന്നത് അയ്യേ ഇതെന്താ ഡോക്ടറെ പറയുന്നത്, കൊച്ചിന് അസുഖത്തിന് അമ്മയ്ക്ക് മരുന്ന് കൊടുത്താൽ മതി എന്ന് പറയുന്നത് എന്തൊരു പൊട്ടത്തരാണെന്നാണ് പറയാം. പക്ഷെ രണ്ട് ചോദ്യം അവരോട് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാകും. നമ്മൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ മെഡിസിന്റെ മുകളിൽ ചിലതിനകത്ത് ലാക്ടേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? അപ്പൊ എന്താ കാര്യം അവർ പറയും ആ മെഡിസിൻ മുലപ്പാലിക്കടെ കുഞ്ഞിന് കിട്ടും. ഇപ്പൊ കുഞ്ഞിന് രോഗമില്ലാത്തതുകൊണ്ട് കുഞ്ഞിന് അസുഖം വരും. അപ്പൊ കിട്ടൂല്ലോ, മുലപ്പാലിക്കടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യം അവർ അമ്മ കഴിച്ച മരുന്ന് മുലപ്പാലിക്കടെ കുഞ്ഞിന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുലപ്പാലിക്കടെ കുഞ്ഞിന് കിട്ടിയിട്ട് ചികിത്സിച്ചുകൂടെ? കുഞ്ഞിന് കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ കുഞ്ഞ് ഇൻഫന്റ് അതിനൊരു എന്താ പറയാ ഒരു മെഡിസിൻ ഒരു പദാർത്ഥത്തിന് ഉള്ളിൽ എത്താൻ പറ്റാത്ത അത്ര ശരീരത്തിന് ശേഷി കുറഞ്ഞൊരു കുഞ്ഞാന്ന് വിചാരിക്കുക. അമ്മ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് കിട്ടൂലേ? എത്ര ലളിതമാണ് ആ ചോദ്യം. അപ്പൊ അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ആ പിന്നെ എന്താ പറയാ അതിന്റെ അവര് തന്നെ വിചാരിക്കുന്നു നമ്മളെന്തോ പൊട്ടത്തരാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മാറി കിട്ടും. പലപ്പോഴും ഉണ്ടല്ലോ ഹോമിയോപ്പതിനെ അവരിപ്പോ തന്ത്രപൂർവ്വം ഇപ്പൊ അവർ മനസ്സിലാക്കി ഹോമിയോപ്പതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പനിയുള്ള കാലത്ത് ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ്? നമ്മള് ഐസോപ്പതി പോലെ തന്നെയാണ്. ചൂടുണ്ടെങ്കിൽ ഉഷ്ണേന ശാന്തി എന്ന് നമ്മൾ പറയുന്ന പോലെ സിമിലോസ് ക്യൂറർ എന്ന് പറഞ്ഞ പോലെ ഒരു പനി വന്ന കുഞ്ഞിനെ നമുക്ക് ഇളം ചൂടുവെള്ളം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ
അത് ഫിസിക്കൽ ലെവലിലുള്ള ഹോമിയോപ്പതിയാണ്. ആ കുഞ്ഞിന് പിന്നെ ടെമ്പറേച്ചർ കുറയും. പക്ഷെ അലോപ്പതിയിൽ ആദ്യകാലം ചെയ്തിരുന്ന നമുക്കറിയാം, നമ്മളുള്ള സീനിയർ ഡോക്ടർമാർക്ക് അറിയാം, ആദ്യം അവർ ഐസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരിപ്പോ ടെപ്പിഡ് വാട്ടർ ആയി. ടെപ്പിഡ് വാട്ടർ എന്ന് വെച്ചാൽ ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് ഇപ്പൊ അവർ തുടയ്ക്കാൻ തുടങ്ങി. അതൊക്കെ നമ്മൾ ഹോമിയോപ്പതിക്ക് 200 വർഷങ്ങൾക്ക് മുമ്പ് ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പൊ അവര് വലിയ ഗവേഷണം നടത്തിയിട്ട് ഐസ് വെള്ളം കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർഷൻ വരും. ഐസ് വെള്ളം അല്ല വേണ്ടത്. കാരണം ഐസ് വെള്ളം കഴിയുമ്പോൾ എന്താണ്, പ്രൈമറി ആക്ഷൻ കഴിഞ്ഞ് സെക്കൻഡറി ആക്ഷൻ ഇരട്ടി ടെമ്പറേച്ചർ വരും. അപ്പൊ ഇപ്പൊ അവര് ടെപ്പിഡ് വാട്ടർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഹോമിയോപ്പതി അടിച്ചു മാറ്റുന്ന പോലെയാണ്. അപ്പോ നമ്മൾ മരുന്ന് കൊടുക്കുന്ന ഈ രീതി ഒരുപക്ഷെ അവരും ഇനി അഡാപ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളാണ് ഈ കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാം എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു രീതി നമ്മളെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അലോപ്പതിക്കാര് പിന്നെ പാലിൽ കൂടെ മരുന്ന് പുറത്തു വരും എന്നുള്ള കാര്യം അവർ എഗ്രി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പൊ പുതിയ ജനറേഷൻ ആൾക്കാർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണത്രേ. പുതിയ കുട്ടികളും പുതിയ തലമുറ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഇത്രയധികം വളർന്നു വരുന്നതുകൊണ്ട് ഇവർ ആന്റിബയോട്ടിക്സിന്റെ ഡോസ് കൂടാൻ വേണ്ടിയിട്ടും അവർ കഷ്ടപ്പെടുന്നു. അപ്പൊ ഡോസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സൈഡ് എഫക്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് കാരണമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ വെറ്റിനറിക്കാര് ധാരാളം ആന്റിബയോട്ടിക്സ് ഈ മാസ്റ്റൈറ്റിസിന് മറ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹെവി ഡോസ് ആന്റിബയോട്ടിക്സ് ഈ കന്നാലിക്ക് കൊടുക്കും, പശുവിന് കൊടുക്കും. പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആന്റിബയോട്ടിക്സ് മിൽക്കിൽ കൂടെ ഈ കുട്ടീന്റെ ശരീരത്തിലെത്തും. അപ്പൊ എന്ത് ചെയ്യും, ഇവര് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവും. പിന്നെ ആ രോഗത്തിനായിട്ട് അലോപ്പതി ഡോക്ടർമാർ ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ അവരെ മരുന്ന് ഫലിക്കാതെ വരും. അപ്പോ അവര് തന്നെ പറയുന്നുണ്ട്, അറിയാതെ നമ്മൾ പറയുന്ന ഭാഷയിൽ അല്ലാതെ പറയുന്നുണ്ട് ഇത് മിൽക്കിൽ കൂടെ പുറത്തു വരും എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ മാത്രമാണ് പാലിൽ കൂടെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിനെ ചികിത്സിക്കാം എന്ന് പറയുന്നത്. നമ്മുടെ മെഡിസിൻസ് അമ്മയ്ക്ക് പിന്നെ മെഡിസിൻ കൊടുത്ത് കുഞ്ഞിനെ എത്തിക്കുക എന്ന് മാത്രമല്ല, അമ്മയുടെ ഇമോഷൻസ് വരെ കുഞ്ഞിനെ ബാധിക്കും, മുലപ്പം ഒടിച്ചു കഴിഞ്ഞാൽ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മെഡിസിൻസ് വരുന്നുണ്ട്. ഇപ്പൊ ചമോമിലയിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, കൺവെർഷൻ ഓഫ് ദി ഇൻഫൻസ് ആഫ്റ്റർ ആങ്കർ ഓഫ് ദ മദർ. അമ്മ ദേഷ്യം പിടിച്ചിട്ട് കുഞ്ഞിന് മുല കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് കൺവെർഷൻസ് വരാം, കുഞ്ഞിന് പിന്നെ വയറുവേദന വരും. അത് ഞാൻ വളരെ കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്. അമ്മ ഭയങ്കര ഇമോഷനായിട്ട് അപ്സെറ്റ് ആയിട്ട് വീട്ടിൽ വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കി ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് രാത്രി മുല കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വയറുവേദനയായിട്ട് രാത്രി നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുമ്പോൾ അമ്മ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അമ്മയ്ക്ക് എന്തെങ്കിലും മൂഡ് വ്യത്യാസം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും, ഇന്ന് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു ഡോക്ടറെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ ആ ഒരു ഇമോഷൻസിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ അഡ്രിനാൽ പിന്നെ ഹോർമോൺസ് സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഈ കുഞ്ഞിന് ആ ഫീഡിൽ കൂടെ ആ ഹോർമോൺസ് ഉള്ളിലെത്തുകയും കുഞ്ഞിന് അസുഖം വരികയും ചെയ്യാം. ഇപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ആദ്യകാലത്ത് റെപ്പർട്ടറിയില് ചെസ്റ്റിനകത്തായിരുന്നു ബ്രസ്റ്റ് മിൽക്ക് എല്ലാം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പുതിയ റെപ്പർട്ടറികളിൽ ഇപ്പൊ റഡാറിനകത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറിനകത്ത് ബ്രസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അത്ര ഇമ്പോർട്ടൻസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ പാലിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ആ ബ്രസ്റ്റിന്റെ മിൽക്കിന്റെ ക്വാണ്ടിറ്റിക്ക് നമുക്ക് മരുന്നുകളുണ്ട്, അതിന്റെ ക്വാളിറ്റി വ്യത്യാസം വരുത്താനുള്ള മരുന്നുകളുണ്ട്, അതിന്റെ നിറത്തിന് പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ മണത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടാലിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മരുന്ന് ശരിയായിരിക്കും. അതിന് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ധർമ്മസ്ഥലയില് കുറെ നൂറുകണക്കിന് ആൾക്കാരെ കൊന്നു എന്ന് പറയുന്നു. അവരുടെ തലയോട്ടി കിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു DNA ഒരു കഷ്ണം കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന ആളാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിലാണ് എക്സ്പേർട്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ മൈക്രോബയോളജി അല്ലെങ്കിൽ നിങ്ങളുടെ സെൽ ബയോളജിയിലാണ് എക്സ്പേർട്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു രോഗത്തിന്റെ ഒരു കണിക കിട്ടിയാൽ മതി. ഒരു ശരീരഭാഗത്ത് ഒരു രോഗത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന ആളാണ് എന്ന്, അവന്റെ പാരമ്പര്യം ഇന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും അറിയില്ലെങ്കിലും കിട്ടാം. ഇവന്റെ ഫുള്ള് കണക്കെടുത്ത് ഇവന്റെ അപ്പന്റെ അപ്പൂപ്പന്റെ എല്ലാം കണക്കെടുത്തിട്ട് വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഇന്ന ആളാണെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ആനയെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് കറുത്തതാണ്, ഇതിന് 2 കൊമ്പുണ്ട്, വലിയ തുമ്പിക്കൈയുണ്ട്, അല്ലെങ്കിൽ 2 ചെവിയുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഒറ്റ വാക്ക് ഇതിന് തുമ്പിക്കൈയുള്ള ഒരു ജീവിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആനയെന്ന് മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ. ഇനി അത് വേണ്ട, അതിന്റെ ഒരു രോഗം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എക്സ്പെർട്ട് ആണെന്ന് വിചാരിക്കുക. എനിക്ക് ആനയാണെന്ന് അറിയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സെല്ല് എടുത്തിട്ട് ഞാൻ എക്സാമിൻ ചെയ്താ ഇത് ആനയാണ്, ഓക്കെ സർട്ടിഫൈഡ്. ഇത് ഈ ടെക്നിക്ക് അറിയാത്തവൻ മൊത്തത്തിൽ ആനയെ എടുത്തിട്ട് പരിശോധിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ആ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന മിൽക്കിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ഒറ്റ സിൻഡം, പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന ആ ഒറ്റ സിൻഡത്തിനെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ ആ പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും. ഈ മിൽക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, മിൽക്ക് ഫ്ലോയിങ് എന്ന് പറയുന്ന റൂബ്രിക് ഉണ്ട്. ഇത് പിന്നെ അങ്ങനെ ചില കേസിനകത്ത് വരും. അമ്മമാര് പുറത്തിറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ? അമ്മമാർക്ക് പിന്നെ ഫീഡ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എപ്പോഴും മിൽക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇത് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്ര കവർ ചെയ്താലും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന കണ്ടീഷനകത്ത് ഏറ്റവും നല്ല മെഡിസിൻസ് കാൽക്കേരിക്കാർബും ബെലഡോണയാണ്. ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പിന്നെ മെഡിസിൻ കോസ്റ്റിക്കുമാണ്. കോസ്റ്റിക്കിന് കൊടുക്കാനുള്ള എന്റെ ലോജിക്കും ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ആ നിപ്പിളിന്റെ അവിടെ ഒരു വാൽവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാൽവ് ഉണ്ടെങ്കിൽ ആ വാൽവ് ലീക്ക്നെസ് ആയിരിക്കാം ഈ മുലപ്പാൽ ഇങ്ങനെ ഒഴുകിപ്പോകാൻ എന്നൊരു ധാരണ, എന്നൊരു ചിന്ത, ലോജിക്ക് വെച്ചിട്ട്. കാരണം നമുക്കറിയാം ഏത് വാൽവിന് തകരാറുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു മെഡിസിനാണ് കോസ്റ്റിക്. അപ്പൊ അതുകൊണ്ട് ഈ കാൽക്കരിക്കാർബ്, ബെലഡോണ, ചമമില്ല എന്നീ മരുന്നുകൾക്കൊപ്പം ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് കോസ്റ്റിക് എന്ന് പറയുന്നത്. ഈ പശുക്കൾക്കൊക്കെ, എൻ്റെ നാട് ഞാൻ പറയാറുണ്ട് ഒരു ഗ്രാമപ്രദേശത്താണ്. ധാരാളം വെറ്റിനറി സാധാരണ എന്താണ് പാൽ കർഷകരുണ്ട്, പശുവിനെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം, ഇവർ വലിയ എന്താണ് ലിറ്റർ കണക്കിന് പാല് കിട്ടുന്ന 10, 15, 20 ലിറ്റർ ഒക്കെ പാല് കിട്ടുന്ന പശുക്കളെ വളർത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പശുക്കൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാലുണ്ടാകുന്നത് പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഈ പാൽ ഇങ്ങനെ മുലയിൽ ഇങ്ങനെ ഒഴുകി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവര് പിന്നെ വളർത്തുന്നത് തന്നെ ഈ പാല് പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പശുവിനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാല് മുഴുവൻ ഒഴുകിപ്പോകും. അതുപോലെ ഈ പശു കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകിടിൽ നിന്ന് പാല് പുറത്തോട്ട് ഒഴുകും. ആ പാല് പുറത്തോട്ട് ഒഴുകുന്ന ആ മിൽക്ക് ഡക്റ്റിക്കടെ തിരിച്ച് അത് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ അതിനകത്തേക്കടെ അസെൻഡിങ് ഇൻഫെക്ഷൻസ് കയറിയിട്ട് മാസ്റ്റൈറ്റിസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അലോപ്പതിക്കാര് അതിനകത്ത് അയഡിൻ കലക്കിയ വെള്ളത്തിനകത്ത് പിന്നെ ഓരോ പ്രാവശ്യം കറന്നു കഴിഞ്ഞിട്ട് ഈ പശുവിന്റെ പിന്നെ അകിട് മുക്കി വെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പാല് എക്സസ് ആയിട്ട് ലോസ് ചെയ്യുന്ന ഈ കണ്ടീഷനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ആണ് നേരത്തെ പറഞ്ഞാൽ ഈ കാൽക്കരിക്കാർബ്, ചമോമില്ല, ബെൽഡോണ, ഈ കോസ്റ്റിക് എന്നൊക്കെ പറയുന്നത്. മുലകുടി നിർത്തി കഴിഞ്ഞിട്ട് ചില അമ്മമാരിൽ പാല് വരുന്ന, മുലകുടിയൊക്കെ നിർത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും വീണ്ടും പാല് വരുന്നുണ്ടെങ്കിലും അതിന് കൊണിയമാക്കാണ് ഈ മെഡിസിൻ. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമ്മമാർ ദേഷ്യം വന്നിട്ട് മുല കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് അസുഖം വരും എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഇമോഷൻസുമായിട്ട് ഈ ബ്രസ്റ്റ് മിൽക്കിന് ഭയങ്കര ബന്ധമുണ്ട്. പിന്നെ സങ്കടം വന്നാൽ, സ്നേഹം, വാവയോട് സ്നേഹം കൂടുമ്പോൾ നമുക്ക് പാല് കൂടുതൽ വരുള്ളൂ. ഒരു കുഞ്ഞുവാവ കരഞ്ഞുകൊണ്ട് അതിന് പാലിന് വേണ്ടിയിട്ട് കൊതിച്ചു കിടക്കുന്ന ഏത് അമ്മമാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അമ്മമാരുടെ ഏറ്റവും നല്ല ഓർമ്മകൾ ഒന്നായിരിക്കും കുഞ്ഞുവാവന്മാർക്ക് പിന്നെ എന്താ പറയുക ഫീഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഈ അമ്മയും മോനും തമ്മിലുള്ള, മക്കളും തമ്മിലുള്ള ബന്ധം എനിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലായത് ഒരു അവസ്ഥ. എൻ്റെ മോന് ചെറുതായിരിക്കും, ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയത്ത്, അല്ല 1 വയസ്സ് മാറ്റാൻ തോന്നുന്നു, 1 വയസ്സുള്ള സമയത്ത് ഇവന്റെ ഒരു കളിപ്പാട്ടം, പ്ലാസ്റ്റിക്കിന്റെ ഒരു കളിപ്പാട്ടം കൊടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് ഈ കൊച്ചിന് വായിലോട്ട് ഇട്ടു. ഇത് വായിലോട്ട് ഇടുന്നത് പിന്നെ വീട്ടിലുള്ള വേറൊരു കുട്ടി കണ്ടു. പക്ഷെ ഇതാ വായിലെന്തോ ഇട്ടെന്ന് തോന്നുന്നു പറഞ്ഞ് ഞാൻ ഓടി വരുമ്പോഴേക്കും ചെങ്ങായി അത് വിഴുങ്ങി. ഇത് കുഞ്ഞ് എന്തോ സാധനം, അത് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് അതിനകത്ത് കാണുന്നില്ല. ഇവ അത് പൊട്ടിയ പീസാണ്. അപ്പൊ നമ്മൾ ഉടനെ രണ്ടുപേരും ഡോക്ടർമാരാണ്, വൈഫും ഡോക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആകെ ബേജാറായി. ഇവര് കരയാൻ തുടങ്ങുന്നു, ബഹളം വയ്ക്കുന്നപ്പോ വീട്ടിലൊന്നൊരു ജീപ്പോ ഉള്ളത് ഞങ്ങൾക്ക്, പിന്നെ മറ്റ് വാഹനങ്ങളൊന്നും, ഞങ്ങളുടെ വലിയൊരു കുന്നിന്റെ മുകളിലൊക്കെയാണ് വീട്. അപ്പൊ ഇവര് ഉടനെ ഞാൻ രണ്ടുപേരും കൂടി എടുക്കുന്നു, അനിയന്മാരെല്ലാവരും കൂടി കൂടുന്നു. അപ്പൊ ഇവരിങ്ങനെ അമ്മയാണെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാനത് കണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ കുറച്ചൊരു 30 കിലോമീറ്റർ ഒക്കെ ദൂരെ എത്തണം ആശുപത്രി, അലോപ്പതി ആശുപത്രി ഉണ്ടാവുന്നത്. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ? അപ്പൊ നമ്മൾ മെഡിസിൻ കൊടുക്കും, അവിടെ അതൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ലല്ലോ. അങ്ങനെയൊന്നും കൊടുക്കാനോ അപ്പൊ ആ സമയത്തൊട്ട് പറ്റിയില്ലേ. കുഞ്ഞ് പ്ലാസ്റ്റിക് വിഴുങ്ങിപ്പോയി, ഇനി തൊണ്ടയിൽ എവിടെയെങ്കിലും മുറിവുണ്ടാവോ, എന്നിട്ട് വേഗം പേരാതൊരു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, സാറേ പിന്നെ എക്സ്റേ എടുത്ത് നോക്ക്. അപ്പൊ അയാളും അതിൽ വലിയ ബേജാറ്, ഞങ്ങളെ നല്ല ബേജാറ് കണ്ടിട്ട്. അപ്പൊ ഇവര് എക്സ്റേ എടുത്ത്, പിന്നെ ആലോചിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലേ വിഴുങ്ങിയത്, പ്ലാസ്റ്റിക് എക്സ്റേ കിട്ടില്ലല്ലോ എന്നുള്ള ആ ഡോക്ടർക്കും തോന്നുന്നില്ല, എനിക്കും തോന്നുന്നില്ല. ഡോക്ടർ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും വിഴുങ്ങി നോക്കുമ്പോൾ തൊണ്ടയെല്ലാം പൊട്ടിയിരിപ്പുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാല്, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിന്റെ വയറ്റിൽ നിന്ന് പോയപ്പോഴാണ് നമുക്ക് സമാധാനമായത്. ഓരോ ദിവസവും വയറ്റിൽ നിന്ന് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനത് പറഞ്ഞ വെച്ചാൽ, അന്ന് എന്റെ വൈഫിന്റെ അത് വീട് മുതല് ആ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നില്ല. കാരണം കൊച്ചിനെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയപ്പോ നമ്മുടെ വിചാരത്തിൽ ബോധം പോയതാണെന്നാണ്. ഒന്നുമില്ല, അവൻ കുറച്ചു നേരം കരഞ്ഞപ്പോ ഉറങ്ങിപ്പോയതാണ്.
പക്ഷെ ഇവരുടെ രണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ സ്നേഹം ഒഴുകുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഇമോഷൻ ആയിട്ടുള്ള എത്ര ബന്ധം നോക്കണേ. ശരിക്കും ഇങ്ങനെ ഡ്രസ്സ് നനഞ്ഞൊഴുകുക. ആശുപത്രി ചെന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ തുണിയും കൊണ്ട് പുതപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ അമ്മമാരുടെ ആ മനസ്സും അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസും ഒക്കെ ഈ ബ്രസ്റ്റ് മിൽക്കിനെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ എൻ്റെ ഒരു ജീവിത ഉദാഹരണം തന്നെ പറഞ്ഞത്. ചില കേസിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ എക്സസ് ആയിട്ട് ബ്രസ്റ്റ് ഒഴുകുന്നു, കോൺസ്റ്റന്റ് സെക്രേഷൻ ഇൻസ്പൈറ്റ് ഓഫ് ഇമാസിയേഷൻ ഓഫ് ദ പേഷ്യൻ. ആ രോഗി മെലിഞ്ഞിരുന്നാൽ പോലും ബ്രസ്റ്റ് മിൽക്ക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ചില കേസുകളാണ് വരാം. അങ്ങനെ വരുമ്പോൾ മെഡിസിൻസ് അത് പിന്നെ പേഷ്യന്റ് തന്നെ വല്ലാണ്ട് ക്ഷീണിച്ചു പോവാം. കാരണം നമ്മൾ പറയല്ലേ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ പശുവിനൊക്കെ ആണെങ്കിൽ അവർ കാൽഷ്യം പിന്നെ ഗുളികയും പൊടിയൊക്കെ മേടിച്ചു കൊടുക്കും. മനുഷ്യനാണെങ്കിൽ അപ്പൊ നമ്മുടെ മെഡിസിൻസ് ഫോസ്ഫറസും അതുപോലെ ചൈനയാണ് ഈ കോൺസ്റ്റന്റ് സെക്രേഷൻ ഇൻസ്പൈറ്റ് ഓഫ് ഇമാസിയേഷൻ എന്ന് പറയുന്ന കണ്ടീഷനകത്ത് നമ്മൾ ഉപയോഗിക്കുക. ഇനി പാല് വരുന്നത് പിന്നെ നോൺ നേഴ്സിംഗ് വുമൺ എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആവാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് പേടിക്കും. കാരണം ബ്രസ്റ്റ് എന്തെങ്കിലും തകരാറുണ്ടോ, ബ്രസ്റ്റ് ടിഷ്യൂവിനൊന്നും കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ടിഷ്യൂവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും അങ്ങനെ വരാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തകരാറില്ല എങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻസ് പൾസാറ്റില, സൈക്ലാമൻ, അസഫൈറ്റിഡ അങ്ങനെയുള്ള മെഡിസിൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് പൾസാറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് മാത്രമല്ല പൾസാറ്റിലേക്ക് വേറൊരു പ്രത്യേകത, പ്യൂബേർട്ടി സമയത്ത് കുട്ടികളിൽ ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് വരും. നമ്മൾ ആകെ പേടിച്ചു പോകും. കാരണം ഇന്നത്തെ കാലാണ് ഒരുവിധം ശരീര പുഷ്ടിയൊക്കെയുള്ള പെൺകുട്ടികളിൽ ബ്രസ്റ്റ് മിൽക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ബേജാറാണ്. എന്താ പറയുന്നത് അറിയാം. പിന്നെ നിങ്ങൾക്ക് ഓരോ അമ്മമാരുടെ സങ്കടങ്ങൾ ഇവർ പേടിച്ച് പേടിച്ച് വന്നിട്ട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്നത്തെ നാടാണ്. കുട്ടികളെ ഇപ്പൊ വിദേശത്തൊക്കെ പിന്നെ വിദേശത്തല്ല, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറെ കുട്ടികൾ പിന്നെ മംഗലാപുരത്തും ബാംഗ്ലൂരും ഒക്കെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ മിക്കവാറും ഈ കുട്ടികൾക്ക് പുതിയൊരു കോഴ്സിനും ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ BHMS പഠിക്കുമെന്ന് നമുക്കറിയാലോ, വീട് മാറി നിന്ന് കഴിഞ്ഞാൽ പീരീഡ്സ് ചിലപ്പോൾ നിന്ന് പോകും. അപ്പൊ ഇവരുടെ വിചാരം ദൈവമേ എന്റെ കൊച്ചിന് എന്താണാവോ പീരീഡ്സ് നിന്നത്, ഇനി ഇവിടുത്തെ ബാംഗ്ലൂരൊക്കെ അല്ലേ പോയി നടക്കുന്ന എന്റെ ഡോക്ടറെ, ഇരിക്കാൻ അവിടെ സമാധാനം ഇല്ല ഡോക്ടറെ. അപ്പോഴാണ് ചില കൊച്ചുങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്ന് മിൽക്കും കൂടി വരുന്നു എന്ന് പറഞ്ഞു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് അമ്മമാരുടെ മനസ്സിലുണ്ടാവുക, എന്തൊക്കെ ടെസ്റ്റാണ് ഇവരിങ്ങനെ സൂചിപ്പിക്കും. ഡോക്ടറെ ആകെ പ്രശ്നമാണ്. അപ്പൊ ഒന്നുമില്ല, അതിനകത്ത് അങ്ങനെ ട്യൂബേറ്റില് ഇങ്ങനെ മെഡിസിൻ വരുന്നതിനുള്ള മെഡിസിൻ പൾസാറ്റിലെയാണ്. പൾസാറ്റിലേക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ സൈക്ലാമൻ അതുപോലെ അസഫൈറ്റിഡയ്ക്ക് ബോറിക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ചില മെഡിസിൻ നമ്മളല്ലേ ഈ ഹോമിയോപ്പതിയിലെ ഈ ബ്രസ്റ്റിനെ സംബന്ധിച്ചോളം വളരെ കുറച്ച് മെഡിസിൻസ്, എനിക്ക് തോന്നുന്നു 10-15 മെഡിസിനെ കുറിച്ച് ഞാൻ ആകെ പറയുന്നുണ്ടാവുള്ളൂ. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏത് ബ്രസ്റ്റ് മിൽക്കുമായിട്ടുള്ള കംപ്ലൈന്റ് നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി മിൽക്ക് ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്, അങ്ങനെ ഒരു ബ്രസ്റ്റ് മിൽക്ക് ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ മെർക്സോൾ ആണ്. ഈ പിന്നെ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, മിൽക്ക് ഇൻക്രീസ്ഡ്, പാല് കൂടും. പക്ഷെ പാല് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അത് ഇതുപോലെ തന്നെ വെറ്റിനറി കേസുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പശുക്കൾക്ക് ഇവര് ഫാറ്റ് നോക്കിയിട്ടാണ് പിന്നെ ഈ പാലിന് വില നിശ്ചയിക്കുക. അപ്പൊ ഈ ഫാറ്റ് നോക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, പശുവിന്റെ പാലിന് ഫാറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പാലിന് വില കുറച്ചിട്ടേ കൊടുക്കുള്ളൂ. അത് മാത്രമല്ല, വല്ലാണ്ട് ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് പിന്നെ ഇവരുടെ പാൽ സൊസൈറ്റിക്കാർ എടുക്കൂല. അപ്പൊ അതിനകത്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻസ് പോലെയാണ്. ഏറ്റവും നല്ല മെഡിസിൻസ് ബെൽഡോണ, ബ്രയോണിയ, കാൽഗരി കാർബ്, പൾസാറ്റിലെയാണ്. അപ്പൊ ഈ ഫാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് ഉണ്ട്. അതിനകത്ത് പശുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഈ കാൽഗരി കാർബും പൾസാറ്റിലേക്ക് ആയിരിക്കും. പിന്നെ ഈ ഗാലക്ടോറിയ എന്നാണ് ഈ കണ്ടീഷൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനകത്ത് ഗാലക്ടോറിയ ആണെന്നാണ് പറയാം. അതിന് ഏറ്റവും നല്ല മെഡിസിൻസ് ഒന്ന് മെഡുസ, MEDUSA. അതൊന്ന് ഓർത്ത് വെച്ചോ, ഒന്ന് വായിച്ചു നോക്കിയോ. മെഡിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെല്ലി ഫിഷ് ആണ്. ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജെല്ലി ഫിഷിനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ TV-യിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അതിനൊരു ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബ്രായിട്ട് പോലെ, ഒറ്റ ബ്രാൻഡ് പോലെ ഉണ്ടാവും, ഒരു ഡോം പോലെ ഒരു സാധനം. അതിങ്ങനെ ഫൈബർ പോലെ അതിന്റെ പിന്നെ അതിന്റെ കാലുകൾ നീണ്ടിട്ടുണ്ടാവും. ഇത് ജെല്ലി ഫിഷിൽ നിന്നാണ് ഈ മെഡുസ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടായിരുന്നത്. മെഡിസയ്ക്ക് കുറച്ച് അത്ഭുതകരമായ കാര്യമുണ്ട്. എന്നാൽ ഗാലക്ടോറിയയ്ക്ക് മെഡിസ ഒന്ന് നല്ലൊരു മരുന്നാണ്. അതൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ മറ്റൊന്നാണ് ഈ സാൽവിയ ഒഫിഷണാലിസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഈ സാൽവിയ ഒഫിഷണാലിസ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്നത് സ്കിൻ ടോണിക് എന്നുള്ള രീതിയിലാണ്.
നമ്മൾ സാധാരണ പുസ്തകത്തിനകത്ത് സ്കിൻ ടോണിക് എന്നുള്ള വാക്കൊന്നും കാണൂല. പക്ഷെ ബോറിക്കിൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കിൻ ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് സാൽവിയ ഒഫീഷ്യനാലിസ്. അതെങ്ങനെ ഉപയോഗിക്കാന്ന് അറിയാമോ? ഈ സാൽവിയ ഒഫീഷ്യനാലിസ് നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കാൻ ചില കേസിനകത്ത് നിത്യം പല രീതിയിലുള്ള സ്കിൻ ഡിസീസ്, ഇപ്പോ അത് തന്നെ മാറാ രോഗങ്ങളില്ലേ, ഈ മാറാ രോഗങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ് പറയാ, പിന്നെ ചെതമ്പല് പോലെ നമ്മുടെ സ്കിൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, പിന്നെ കൺജക്റ്റിലായിട്ടൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ട് പൊളിഞ്ഞു പോകുന്ന ചില കണ്ടീഷൻസ്. അതുപോലെ ഇക്തിയോസിസ്, താങ്ക് യു ഇക്തിയോസിസ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കിപ്പോ സോറിയാസിസ് വരുന്നു, അല്ലെങ്കിൽ വിറ്റ്ലിഗോ വരുന്നു, ഡ്രൈ സ്കിൻ ഡിസീസ് വരുന്നത്, പിന്നെ അങ്ങനെയൊക്കെ ചില കണ്ടീഷനകത്ത് ഈ സ്കിന്നിന്റെ അൺഹെൽത്തിനെസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു സ്കിൻ ടോണിക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ആരും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിൽ ബോറിക്കിൽ ഒറ്റ സ്കിൻ ടോണിക് ഉള്ളൂ, ദാറ്റ് ഈസ് സാൽവിയ ഒഫീഷ്യനാലിസ്. കിട്ടും, എൻ്റെ അടുത്ത് ഉണ്ട്, ഞാൻ അത് പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഗാലക്ടോറിയക്ക് നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ മറ്റൊന്ന് മിൽക്ക് ഇൻക്രീസ് എന്നുള്ളത് ക്വാളിറ്റി ഇല്ലാത്ത മിൽക്കാണ്, പാല് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ല, പാല് കൂടിയിട്ട് വരുന്ന കണ്ടീഷനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്ന് മെഡിസിൻ ബൊറാക്സ് ആണ്. ബൊറാക്സിന്റെ സിംറ്റം എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സിംറ്റം ഉണ്ട് അതിനകത്ത്, പെയിൻ ഇൻ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് വൈൽ ഫീഡിങ്. കുട്ടി ഇടത് പാല കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് വലത് ബ്രസ്റ്റിലായിരിക്കും വേദന ഉണ്ടാവുക. ഇതിനകത്ത് ഒരു രസം വെച്ചാൽ, ഈ ഹോമിയോപ്പതിയില് ഈ പലപ്പോഴും നമുക്ക് അനാട്ടമിക്കലായിട്ടുള്ള കോറിലേഷൻസ് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇടത് മൂലയില് ഫീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വലത് മൂലയിൽ വേദന വരിക എന്നൊന്നും അനാട്ടമിക്കലായിട്ട് അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഹോമിയോപ്പതിന്റെ ബ്യൂട്ടി അതാണ്. നമ്മളെ ഈ കൺകോമിറ്റന്റ് സിംറ്റംസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ശരീരത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഇന്നും പൂർണ്ണമായിട്ട് അറിയില്ല എന്നതിന്റെ തെളിവുകളാണ് ഇങ്ങനെയുള്ള കുറെ സിംറ്റംസ് ഹോമിയോപ്പതിയിലൊക്കെ കിട്ടാറുള്ളത്. ഇനി മിൽക്ക് ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുക, പാലേ ഇല്ലാതെ വരുന്നു കഴിഞ്ഞാൽ കാൽക്കേരിക് കാർബ്, ആഗ്നസ് കാസ്റ്റിസ്, ലാക് ഡിഫ്ലോറേറ്റം, സിക്കലിക് ഒരു സിങ്കം ഒക്കെയാണ് മെഡിസിൻ കൊടുക്കുക. പിന്നെ മിൽക്ക് ആബ്സെന്റ് വിത്ത് ഡിപ്രഷൻ, നമ്മള് ഡിപ്രഷൻ വരുമ്പോൾ ഇതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഒക്കെ വരുന്ന കണ്ടീഷനകത്ത് ആഗ്നസ് കാസ്റ്റിസ് ആണ് നമുക്ക് ഉപകാരപ്പെടുക. അതേസമയം മിൽക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും വിത്ത് ഡിപ്രഷൻ എന്ന് വിചാരിക്കുക, അവിടെയാണ് നമ്മൾ ചൈനയാണ് ഉപയോഗിക്കുക. ഈ അമ്മമാർക്ക് മിൽക്ക് കുറയുക വിത്ത് നൈറ്റ് വാച്ച് എന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കി, കുഞ്ഞിന് എന്തെങ്കിലും അസുഖമാണെന്ന് വിചാരിക്കുക, കുഞ്ഞിനെ നോക്കിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അസുഖമായിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് അമ്മമാർക്ക് പിന്നെ ലാസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് പോലും വരും. കാരണം കുഞ്ഞിന് ആകെ രോഗമാണ്, അതിന് വേറെ ഒന്നും കൊടുക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷെ അമ്മയുടെ ഉറക്കൊഴിഞ്ഞ് പാലില്ലാതെ വന്നു കഴിഞ്ഞാലും അവിടെ നമുക്ക് സാധാരണ ഉറക്കത്തിന്റെ ബഡ് എഫക്ട്സ് ഫ്രം ലോസ് ഓഫ് സ്ലീപ്പ് എന്നുള്ള മെഡിസിൻസ് നമുക്ക് നെക്സോമിക്കും കോക്കലസും കൊടുക്കുന്നതിനോടൊപ്പം മറ്റൊരു മെഡിസിൻ ഉള്ളത് കോസ്റ്റിക്കാണ്. പിന്നെ ഈ പാലിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനുള്ള മരുന്നുകൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നതിനുള്ള നമ്മുടെ മെഡിസിൻസാണ് പറഞ്ഞ്. ക്വാണ്ടിറ്റി കുറഞ്ഞാലുള്ള മെഡിസിൻസ്, പാലേ ഇല്ലാതിരുന്നാലുള്ള മെഡിസിൻസ്. ഇനി ക്വാണ്ടിറ്റി കൂട്ടാനുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന്, അതാണ് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരിക. പലപ്പോഴും നമ്മുടെ പ്രൈവറ്റ് പ്രാക്ടീസിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ പറയാൻ എനിക്ക് അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കും, എന്നിരുന്നാൽ പോലും അതിനകത്ത് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, അമ്മമാർക്ക് പ്രീവിയസ് പ്രഗ്നൻസിയിലൊക്കെ പാല് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കാലിഫോസ് 6 പൾസാറ്റിലെ 30, അതൊരു സീനിയർ ഡോക്ടർ പറയുന്ന ഒരു ടെക്നിക്കാണ്. കാലിഫോസ് 6 പൾസാറ്റിലെ 30 മെഡിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അത് പേഷ്യൻസിന് ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി കൊടുത്തു കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം പാലുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മെഡിസിനകത്ത് ബോറിക്കുന്ന എടുത്ത് വായിച്ചു നോക്കുക. സെക്രീഷൻ ഓഫ് മിൽക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ലാക്ക് ഓഫ് ഇറ്റ് ഇൻ ഓൾ പ്രീവിയസ് കൺഫൈൻമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു മെഡിസിൻ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. എന്ന് വെച്ചാല് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നും പാലില്ലെങ്കിലും മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും അത്ര. ഇങ്ങനെ തന്നെ ബോറിക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ പറയുക, ഇറ്റ്സ് ജം, ഐ തിങ്ക് ഇറ്റ്സ് ജം. കാരണം അങ്ങനെ ഒരു സാധനം പല ഡോക്ടർമാർക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള പേഷ്യൻസ് വന്നിട്ടുണ്ട്, സാറെ കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നും പാലുണ്ടായില്ല, അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ മെഡിസിൻ കൊടുത്തു നോക്കൂ. ആൻഡ് എന്താ പറയുക, മാജിക് ഓഫ് ഹോമിയോപ്പതി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ലാക്കാനിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാക്കാനിൻ ലോവർ പൊട്ടൻസി പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലോ പൊട്ടൻസി പാല് കൂട്ടുകയും ചെയ്യും, ഹയർ പൊട്ടൻസി പാല് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. റെസിനസ് കമ്മ്യൂണിസ് സപ്രസ്ഡ് മിൽക്കിന് കൊടുക്കാറുണ്ട്. ഈ റെസിനസ് കമ്മ്യൂണിസ് ലാക്ടേഷൻ, പ്രൊമോട്ട് ദ ലാക്ടേഷൻ ആൻഡ് ക്വാളിറ്റി
ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് പ്രധാനമായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുക. ക്വാളിറ്റി കൂട്ടണം വേറെ മെഡിസിൻസ് ഉണ്ട് അല്ല ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ ക്വാണ്ടിറ്റി മാത്രമാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റും. അതിനകത്ത് എൻ്റെ ഒരു സീനിയർ ഡോക്ടർ പറഞ്ഞു തന്ന അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഡോസ് ഉണ്ട്. പ്രസവിച്ച് വിതിൻ 10 days ആണെങ്കിൽ 10 drops TDS കൊടുക്കാനും, ആഫ്റ്റർ 10 days അപ് ടു 2 months ആണെങ്കിൽ 15 drops TDS കൊടുക്കാനും, 2 months ശേഷമാണെങ്കിൽ 20 or 25 drops TDS കൊടുക്കാനും എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരുമ്പോൾ ഈ പാലില്ലാതെയായിട്ട് 2 മാസമായി എന്ന് പറഞ്ഞാൽ നമ്മൾ 20 തുള്ളി വെച്ചിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഏർലി കിട്ടുവാണെങ്കിൽ ചെറിയ ഡോസിൽ നമുക്ക് തുടങ്ങാം. ഈ പശുവിനൊക്കെ വരുമ്പോഴേ ഈ പാലില്ലാതെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മാസ്റ്റൈറ്റിസ് ഒക്കെ പിടിച്ചതിന് ശേഷം പാലില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ മെഡിസിൻ ഒന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പശുവിന് എന്ന് വെച്ചാൽ അവരുടെ ജീവിത ഉപാധിയാണ്. നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ ഒരു മെഡിസിൻസ് ഒന്നും അല്ലേ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. 3 ടിഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് 3 ടിഞ്ചർ അൽഫാൽഫയും റെസിനസും അർട്ടിക്ക യൂറൻസ്, ഇത് 3 കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യും. അൽഫാൽഫ ടിഞ്ചർ, റെസിനസ് ടിഞ്ചർ, അർട്ടിക്ക യൂറൻസ്. എന്നിട്ട് ഒരു 30 ml പശുവിന് കൊടുക്കുന്നു. അത് 15 തുള്ളി വെച്ചിട്ട് 3 നേരം, അപ്പൊ 10 ദിവസം കൊടുക്കാനുണ്ടാവുക. ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എഴുതി കൊടുക്കാൻ ഗ്യാരണ്ടിയാണ് പാല് കൂടുന്നുള്ളത്. അൽഫാൽഫ, റെസിനസ്, അർട്ടിക്ക യൂറൻസ്. അതേപോലെ റിസൾട്ട് കിട്ടുന്ന വേറെ മെഡിസിൻസ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് 2 ടിഞ്ചറും കൂടെയാണ് പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത്. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കിട്ടാതെ വരാറില്ല. അത് ലക്ടുക്ക വൈറോസയും ഗലേഗയും കൂടി ടിഞ്ചറും കൂടിയാണ്. ലക്ടുക്ക വൈറോസ, ഗലേഗ ഈ ടിഞ്ചറുകളും ഇതുപോലെ തന്നെ എഫക്റ്റീവ് ആണ്. ചില ഡോക്ടർമാർ ഈ ടിഞ്ചറുകൾ മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ പൊട്ടൻസിയിലെ ഡൽക്യാമറ, അസഫൈറ്റയുടെ ഒക്കെയാണ് ഉപകാരപ്പെടുക. ഇതിനുള്ള നാടൻ വഴികൾ ചിലപ്പോൾ അമ്മമാർ ചോദിക്കാറുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ എന്ത് വീട്ടിൽ നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ വഴിയിനകത്തൊന്ന് നമ്മൾ പറയുക ചെറുപയർ മുളപ്പിച്ചിട്ട് കൊടുക്കുക. അത് പാല് ഉൽപാദനത്തിന് സഹായിക്കും. അതുപോലെ തന്നെ ശതാവരിക്കിഴങ്ങ്, നമ്മുടെ ശതാവരിക്കിഴങ്ങിന്റെ മെഡിസിൻ ഏതായിരുന്നു എന്ന് ഞാൻ മറന്നുപോയല്ലോ. ഏതായാലും ശതാവരിക്കിഴങ്ങ് തന്നെ പുഴുങ്ങിയിട്ട് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇവയാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പൊ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വരെയാണ് എത്തിയത്. ഇനി ക്വാളിറ്റി ഓഫ് മിൽക്ക് ഉണ്ട്, അതിന്റെ ടേസ്റ്റ് ഓഫ് മിൽക്ക് ഉണ്ട്, പിന്നെ മിൽക്ക് സപ്രഷനുള്ള മെഡിസിൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയം 10:20 ആവുകയും ചെയ്തു. അപ്പോ ക്ലാസ് നിർത്താല്ലേ ശൈല ഡോക്ടറെ? മറ്റൊരു ദിവസമാക്കാം. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സീനിയേഴ്സിന് കുറെ പറയാനുണ്ടോ. അപ്പൊ ഇതിനകത്ത് അടുത്ത പ്രാവശ്യമാണ് നമുക്ക് ക്വാളിറ്റി ഓഫ് മിൽക്ക് അതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവേണ്ട കാര്യം തോന്നുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് സീനിയേഴ്സിന്റെ ഒരു അഭിപ്രായം കൂടെ അറിയാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ ക്വാളിറ്റി ഓഫ് മിൽക്ക് എങ്ങനെയാണ് നമ്മളൊരു പാല് കേടായോ നല്ലതാണോ എന്ന് അറിയാൻ പറ്റുക. നമ്മുടെ പശുവിന്റെ പാലാണെങ്കിൽ ഇത് തിളപ്പിച്ച് വെക്കി കഴിഞ്ഞാൽ അതിന് പാത്രത്തിൽ അടി പിടിക്കും, അല്ലെങ്കിൽ അരിച്ചു വെക്കി കഴിഞ്ഞാൽ തരി ഉണ്ടാവുന്നതാണ്. ഈ പാവം കൊച്ചിന് ഇതെല്ലാം നോക്കാൻ അറിയാം. നമ്മൾ നേരെ അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുന്നു, കൊച്ചങ്ങ് കുടിക്കുന്നു, അതിന് വയറിളക്കം വരുമോ ഛർദി വരുമോ ഒക്കെ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ മുലപ്പാലിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക എന്ന് നമ്മുടെ കൂടെയുള്ള സീനിയേഴ്സ് പറഞ്ഞു തരട്ടെ. ഇനി അവർക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന എന്റെ നാട്ടിലുള്ള വിദ്യകൾ പറഞ്ഞുതരാം. അപ്പൊ ഓവർ ടു അവർ സീനിയേഴ്സ് ആൻഡ് അതേഴ്സ് ഫോർ ദെയർ വാല്യുബിൾ കമന്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടറെ, എന്തായാലും മുലയൂട്ടൽ വാരം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാരാചരണം നടക്കുന്ന ഈ സമയത്ത് ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ച് അല്ലെ അതിന്റെ പല മേഖലകളെ കുറിച്ചും കുറയുന്നത്, കൂടുന്നത്, ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത, ഇതിനെക്കുറിച്ച് എല്ലാം നല്ല വിശദമായി തന്നെ ഡോക്ടർ പറഞ്ഞു. ഒരുപാട് വിലപ്പെട്ട അറിവുകളാണെന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഡോക്ടർ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പിന്നെ അവസാനം പറഞ്ഞ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള വഴി എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചും പറയുന്നതിന് വേണ്ടി എല്ലാ ഡോക്ടേഴ്സിനെയും ഇന്നത്തെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. അഭിപ്രായങ്ങൾ പറയുക. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരിക. ഇപ്പൊ 10 മിനിറ്റ് ഉണ്ട്. ആരും പറയുന്നില്ലേ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ആരും പറയുന്നില്ല. ഒന്ന് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. ശരി, അതിനൊന്നും വിചാരിക്കണ്ട, വിഷമമൊന്നും വിചാരിക്കണ്ട, നാണക്കേട് വിചാരിക്കണ്ട.
ഇതിനകത്ത് എന്ത് നാണക്കേട്, നമ്മൾ ഡോക്ടർമാരുടെ കേസൊന്നും നാണക്കേട് വരുന്നത്. അതാണ്. എന്നാലും ഒരു ആദ്യം പറയാനുള്ളൊരു വിഷമം അതൊന്നും വേണ്ട. എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയാം. ഓരോരുത്തർ ഹാൻഡ് റൈസ് ചെയ്ത് വരുമ്പോഴേക്കും മഷൂദ് ഡോക്ടറുണ്ട്, സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ അവരൊക്കെയാണ്. തരീഷ് ഡോക്ടർ ഉണ്ടോ എന്ന് അറിയത്തില്ല. മറിയാമ്മ ഡോക്ടറുണ്ട്, ജയലളിത ഡോക്ടറുണ്ട്. ജയലളിത ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ജയലളിത ഡോക്ടർ അൺമ്യൂട്ട് ഇത് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സർ, ഞാൻ മനോജ ഡോക്ടറിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഈ ക്വാളിറ്റി എനിക്കറിയില്ല അതെങ്ങനെ നോക്കണ്ടേന്നല്ല. എനിക്ക് തോന്നണത് കുഞ്ഞിന്റെ ഫുഡ് അല്ല, ഇത് ഡൈജഷൻ നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് ക്ലിയർ അല്ല, പറയാൻ എനിക്ക് അറിയില്ല അത്. പിന്നെ ക്ലാസ് നല്ല സെഷനായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഡോക്ടർ ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞില്ലേ, കൺഫൈൻമെന്റ് ടൈമില് ബോറിക്കിൽ അത് കൊടുത്തിട്ടുണ്ടെന്ന്. ആ മെഡിസിൻ ഏതായിരുന്നു? മെഡിസിൻ ആണോ? മെഡുസ, MEDUSA. മനസ്സിലായി. മെഡൂസ ആയിരുന്നു അല്ലേ? ഓക്കെ. നല്ലതായിരുന്നു, നല്ല സെഷൻ ആയിരുന്നു. ഇത് മനസ്സിലായില്ല എനിക്ക്, ക്വാളിറ്റി എങ്ങനെ അറിയണേന്നുള്ളത്. ഓക്കെ. എന്നാ പിന്നെ ഞാൻ പറയാം, ഒരു നാടൻ ടെക്നിക്ക് പറയാം. കാരണം അല്ല, നമ്മളിപ്പോഴേ പിന്നെ ഇപ്പൊ കുഞ്ഞിന് വയറിളക്കം, നേരത്തെ പറഞ്ഞ ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മള് പിന്നെ എക്യൂസയിലൊക്കെ പറയുന്ന ഒരു സിംറ്റം ഇല്ലേ, കുട്ടി ഇങ്ങനെ വയലിനായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ മിൽക്ക് ഡിസഗ്രീസ്, അവേഷൻ ടു മദേഴ്സ് മിൽക്ക് എന്നൊക്കെ നമ്മുടെ പിന്നെ സൈലീഷ്യയിലൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവേഷൻ ടു മദേഴ്സ് മിൽക്ക്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ പാല് മോശമാണെങ്കിൽ പിന്നെ കൊച്ചിന് എന്ത് അവേഷൻ ടു ഉണ്ടായിട്ടെന്താ കാര്യം? പാലിന്റെ ടേസ്റ്റ് നമ്മളാരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവേഷൻ ടു മദേഴ്സ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കൽഗരിഫോസും സൈലീഷ്യയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നതിനപ്പുറം അമ്മയുടെ പാലിന് എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്ന് അറിയണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പശുമ്പാലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പാല് നമ്മളെടുത്ത് അരിച്ചു നോക്കും, അതിനകത്ത് ഇങ്ങനെ തരിതരി പോലെ തൈര് കഷ്ണം പോലെ ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ പശുവിന്റെ പാലിന് കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. ഈ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് എടുത്തിട്ട് പലരും നോക്കാറ് പോലും ഇല്ല. ഇത് വാവേനെ നേരെ അങ്ങ് പിടിപ്പിക്കുന്നു, വാവയെ കുടിക്കുന്നു. ഈ പാലിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ ജോലിക്ക് പോകുന്ന അമ്മമാര് രാവിലെ മുതൽ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് പോകുന്നു, വൈകുന്നേരം വരെ മുല കൊടുക്കാതിരുന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അമ്മ ഓടി കത്തിച്ച് വന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നു. കുഞ്ഞിന് മിക്കവാറും വയറിളക്കം വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് അത്രയും നേരം കെട്ടി കിടന്നിട്ട്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അമ്മ പോയിട്ട് കുളിച്ചിട്ട് ആ ബ്രസ്റ്റ് മിൽക്ക് ബോഡി ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാതെ ചില അമ്മമാർക്ക് കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഛർദി വരും. അപ്പൊ ഇത് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്, ബ്രസ്റ്റ് എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ അതിന്റെ പിന്നെ ഇവല്യൂഷണറി ഒറിജിൻ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. വേർപ്പ് ഗ്രന്ഥിയാണ് വളർന്നു വന്നിട്ട് ബ്രസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ വേർപ്പിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ബ്രസ്റ്റ് മിൽക്കിനുണ്ട്. അതിന്റെ ടേസ്റ്റ് വരെ ഒരു സ്ലൈറ്റ്ലി സാൾട്ടിഷും ഒക്കെ ആകാനൊക്കെ ഉള്ള ഒരു കാരണം അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് പല രീതിയിലുള്ള തകരാറുകൾ വരാം. പാലായിട്ട് തന്നെ കേടാകാം, നമുക്കറിയാം പാല് പുറത്തു വെച്ച കേടാകും, നമ്മുടെ ശരീരത്തിലെ പ്രത്യേകതകൾ കൊണ്ട് കേടാകാം, നമ്മൾ അനുഭവിച്ച ടെൻഷൻ കൊണ്ട് കേടാകാം, മറ്റു പല കാരണങ്ങളും വരാം. അപ്പൊ അതിനകത്ത് ഒരു നാടൻ വഴി എനിക്കറിയാവുന്ന, ഞാൻ അതുകൊണ്ട് പറയാം, സീനിയേഴ്സിന് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പൊ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് 2 ഗ്ലാസ്സിനകത്ത് പ്ലെയിൻ നല്ല ഗ്ലാസ്സിനകത്ത് പിന്നെ പച്ചവെള്ളം എടുക്കുക. ആ പച്ച വെള്ളത്തിനകത്തേക്ക് ഓരോ ബ്രസ്റ്റിൽ നിന്നും നമ്മൾ പാല് പിഴിഞ്ഞൊഴിക്കുക. അപ്പൊ അത് ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു ഇതിനകത്ത് ഒഴിക്കുക, റൈറ്റ് ബ്രസ്റ്റിൽ ഒരു പിന്നെ ഗ്ലാസ്സിനകത്ത് ഒഴിക്കുക. അപ്പൊ അത് ഈ പാല് യൂണിഫോം ആയിട്ട് ഇതിനകത്ത് കലരണം. വെള്ളം പിന്നെ പാലും കൂടി ഒരുപോലെ മിക്സ് ചെയ്തിട്ട് വരണം. ഇത് തകരാറുള്ള പാലുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാല് ഒന്നെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കൂടി ഒറ്റയടിക്ക് അടിയിലോട്ട് പോകും, അല്ലെങ്കിൽ അത് മുകളിൽ കിടക്കും, ഡെൻസിറ്റി കുറഞ്ഞതുപോലെ മുകളിൽ കിടക്കും, മഞ്ഞ നിറം കാണും, അതല്ലെങ്കിൽ ഇങ്ങനെ വരവര പോലെ ഇതിനകത്ത് ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് എല്ലാം കുഞ്ഞുമക്കളും പേരമക്കളും എല്ലാം ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ ഈ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി നോക്കുന്ന പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഇതാണ്. അപ്പൊ അത് പിന്നെ ഇത് അതല്ലാതെ വേറെ എന്തെങ്കിലും ടെസ്റ്റിങ്ങുകൾ ഉണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. സീനിയേഴ്സ് ആർക്കെല്ലാം പറയുന്നത് ഇതിപ്പോ നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് അമ്മയുടെ പാലിനാണ് കുഴപ്പമെങ്കിൽ അത് കുഞ്ഞിനോ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനാണ് തകരാറെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അപ്പൊ ഞാനിവിടെ എന്റെ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെ ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാറുണ്ട്. അമ്മമാരോട് നല്ല ഗ്ലാസ് അതുപോലെ പച്ചവെള്ളത്തിൽ അത് ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ടോ. അതിന്റെ കളർ ചേഞ്ച് ഒന്നും നമ്മൾ അറിയില്ല. ഈ കൊളസ്ട്രോത്തിനാണ് യെല്ലോ കളർ വേണ്ടത്, മറ്റേതിനകത്ത് ഒരു ക്രീമി കളറാണ് വേണ്ടത്.
അപ്പൊ ബ്രസ്റ്റ് മിൽക്കിന് കളർ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് എനിക്കറിയാവുന്ന ഒരു ടെക്നിക്. ഞാൻ വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എനി അതർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദ സെഷൻ ഓർ എനി നമസ്കാരം കമന്റ്സ്? ഡോക്ടർ അനിൽകുമാറാണ്. സർ സർ ഡോക്ടറെ ശതാവരി ചോദിച്ചല്ലോ, ശതാവരി ആസ്പെരാഗസ്. ആസ്പെരാഗസ്, യെസ്, പെട്ടെന്ന് തലേ വന്നില്ല. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കൂടുമോ? ആ, കൂടും. അതൊരു ട്രഡീഷണൽ, അത് റിസർച്ച് പേപ്പേഴ്സ് അല്ല, അത് ശതാവരി കഴിച്ചാൽ കൂടും, നമ്മുടെ മെഡിസിൻ കഴിച്ചാൽ ശതാവരി ടിഞ്ചറാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവണമല്ലോ. ഉണ്ടാവണം. പിന്നെ ഡോക്ടർ ഈ സാൽവിയ ഓപ്ഷൻ ആഡിസ് പറഞ്ഞല്ലോ, സ്കിൻ ടോണിക്, അത് അക്കിനെയൊക്കെ എങ്ങനെയാണ് എഫക്റ്റീവ്? എല്ലാത്തിനും ഞാൻ അതാ പറഞ്ഞത്. ഒരു സ്കിൻ ടോണിക് ആയിട്ട് നമുക്ക് ബ്ലൈൻഡ്ലി ഇപ്പൊ പിന്നെ പാടൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കൂലേ, അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇപ്പൊ കാലിബ്രോമ നമ്മൾ ഇൻഡിക്കേറ്റർ മെഡിസിൻ ഒക്കെ കൊടുത്തു. പിന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കണ്ടീഷനകത്ത് ഒരു ടോണിക്, നമ്മളിപ്പോ കാർഡിയക് ടോണിക്, യൂട്രൻ ടോണിക് ഇതെല്ലാം കൊടുക്കുന്നില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു സ്കിൻ ടോണിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഈ ആടിനെ ഹോൾ ബോഡിയിലൊക്കെ വരില്ലേ, ഈ ശരീരത്തെ മുഴുവൻ ഒക്കെ വന്ന കണ്ടീഷനകത്ത് സ്കിന്നൊക്കെ ഡിസ്കളർ ആയിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഞാൻ സാധാരണ അങ്ങനെ വരുമ്പോ പിന്നെ നമ്മുടെ ബെർബറി സക്കിഫോളിയൻ ടിഞ്ചറും അതുപോലെ തന്നെ അതൊരു പിന്നെ 1 മാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാൽവിയ കൊടുക്കും. അല്ലേ, ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നു. അല്ല, ഇത് ടിഞ്ചർ കൊടുക്കാം സാറേ. കാരണം അതൊരു ടോണിക് എഫക്റ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ടിഞ്ചർ ആയിരിക്കും ഉണ്ടാവുക. അതെ. പിമ്പിൾസും കുറയാൻ സാധ്യത ഉണ്ടല്ലോ അപ്പൊ. ഉണ്ട്. ശരി. ധാരാളം കേസ് നമ്മൾ കാലിബ്രോമൊക്കെ കൊടുത്താലും ചിലപ്പോൾ മാറാറില്ല. ഈ സാധനം അവസാനം പിന്നെ മാറാതെ വരുന്ന, ഇങ്ങനെ ഡിസ്കളറേഷൻസ് മാറാതെ വരുന്ന കണ്ടീഷനകത്ത് ഈ സാധനം കൊടുക്കും. ഞാൻ അതുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു സ്കിൻ ടോണിക് എന്നുള്ളത് നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതെ. അത് ഞാൻ പറഞ്ഞ 2 മെഡിസിൻ എച്ചിനേഷ്യ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ വേറൊരു സംഭവമാണ്. അതെ. ഈ നമ്മള് ചില പോയിന്റ് ലങ് ടോണിക്, ഹാർട്ട് ടോണിക് കേട്ടിട്ടുണ്ട്. സ്കിൻ ടോണിക് ഇന്നാണ് കേൾക്കുന്നത്. അതെ, സ്കിൻ ടോണിക്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മനോജ് ഡോക്ടർ കണ്ണൂര് ഡോക്ടർ അല്ലേ? കണ്ണൂർ ജില്ല അല്ലേ? കണ്ണൂർ ജില്ലയാണ്. അപ്പോഴേ നമ്മുടെ IFPHന്റെ എന്താണ് 5 ഇയർ സെലിബ്രേഷൻ കൊച്ചിയിൽ വെച്ച് സെപ്റ്റംബർ 28-നാണ്. ഇതൊരു ഡോക്ടർ അറിഞ്ഞു കാണൂലെന്ന് തോന്നുന്നു. ഡോക്ടർ വരണം. കൂടാതെ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാക്സിമം ഡോക്ടറുടെ ഫ്രണ്ട്സിനെയും ആരെങ്കിലുമൊക്കെ അറിയാവുന്ന ഡോക്ടർമാരെയും കൊണ്ട് വരാൻ, അവരെ കൂടെ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടറെ ക്ഷണിക്കുന്നു. മനോജ് ഡോക്ടറിന്റെ ക്ലാസ്സുകളൊക്കെ പൊതുവെ ഞാൻ കേൾക്കാറുണ്ട്. നല്ല സെഷനാണ്, നമ്മൾക്കെല്ലാം മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കാനായാലും നല്ലപോലെ ക്ലിയർ ആക്കി തരും. ഇന്നെന്തായാലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എടുത്തത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പൊ ഇത്ര നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് IFPHന്റെ പേരിൽ നന്ദി. താങ്ക് യു സർ. ഓക്കെ, ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി ഡോക്ടർ ഇതുപോലുള്ള വിലപ്പെട്ട ഇതിന്റെ ബാക്കി ഭാഗം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്രയും വേഗത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു.